25 വർഷത്തോളം നീണ്ടുനിന്ന പ്രയത്നത്തിൻ്റെയും ആത്മാർപ്പണത്തിൻ്റെയും പേരാണ് വെള്ളനാട് മുണ്ടേര സ്വദേശി സുജിത്ത്. കുങ്ഫു, വുഷു, പെൻഗിക്സിലാറ്റ് തുടങ്ങി മാർഷൽ ആർട്സ് മേഖലയിലാണ് സുജിത്ത് ആദ്യം തൻ്റെ മികവ് പ്രകടമാക്കുന്നത്. തുടർന്ന് വൈദ്യമേഖലയിലും കഴിവ് തെളിയിച്ചു. ബോൺ സെറ്റിംഗ് ഉൾപ്പെടെ 30ഓളം കോഴ്സുകളിൽ സർട്ടിഫിക്കറ്റ് നേടിയിട്ടുണ്ട്. നിരവധി പേരുടെ പ്രോത്സാഹനങ്ങൾ കൊണ്ടാണ് തനിക്ക് ഈ മേഖലകളിലൊക്കെ എത്താൻ സാധിച്ചതെന്നാണ് സുജിത്ത് പറയുന്നത്. നിലവിൽ കേരള പോലീസിൽ ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ് സുജിത്ത്. എൻ്റെ പേര് സുജിത്ത് എന്നാണ്. വീട് മുണ്ടേല, വെള്ളനാട് ആണ് താമസം, തിരുവനന്തപുരം ജില്ല. പിന്നെ 20-25 കൊല്ലമായിട്ട് മാർഷൽ ആർട്ട്, അതായത് കുങ്ഫു, വുഷു, മുവത്തായി, അതുപോലെ തന്നെ പെൻഗിക്സിലാറ്റ്, ഇതരമായിട്ടുള്ള ആയോധന കലകൾ അഭ്യസിച്ചിട്ടുണ്ട്, പ്രാക്ടീസ് ചെയ്തു വരുന്നു. പിന്നെ വൈദ്യമേഖലയിലും അതുപോലെ തന്നെ ബോൺ സെറ്റിങ്, കൈറോപ്രാക്ടിക്, സുജോക്ക്, അക്യുപ്രഷർ, അക്യുപഞ്ചർ, മാഗ്നറ്റിക് തെറാപ്പി, കപ്പിംഗ് തെറാപ്പി, ഹിജാമ തെറാപ്പി, ആയുർവേദ അക്യുപ്രഷർ തുടങ്ങിയ 30ഓളം കോഴ്സുകളിൽ സർട്ടിഫിക്കറ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞു. ഇപ്പോൾ നിലവിൽ കേരള പോലീസിൽ ജോലി ചെയ്തുകൊണ്ട് വരികയാണ്. ഭാര്യ രഞ്ജു ഒരു GG ഹോസ്പിറ്റലിൽ നഴ്സാണ്. മകൻ ധ്രുവൻ ഇപ്പോൾ സരസ്വതി, വെള്ളനാട് സരസ്വതി സ്കൂളിൽ 5ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. അദ്ദേഹവും ഇതേപോലെ നമ്മളെ മാർഷൽ ആർട്ടിൽ ഇറങ്ങി, പെൻഗിക്സിലാറ്റ് എന്ന് പറയുന്ന മാർഷൽ ആർട്ടിൽ ഇറങ്ങി അദ്ദേഹത്തിനും നാഷണൽ മെഡലുണ്ട്. അപ്പോൾ നമ്മൾ എൻ്റെ കുങ്ഫുവിലോട്ട് കൊണ്ടുവന്ന കോച്ച് എന്ന് പറയുന്നത് മാസ്റ്റർ മനോജ് എന്ന് പറയുന്ന അദ്ദേഹമാണ്. അത് കഴിഞ്ഞിട്ട് പോലീസിലൊരു ടീമുണ്ടായിരുന്നു. അത് ഏതാണ്ട് 2 കൊല്ലത്തോളം അതിന് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന് നമ്മുടെ ഏറ്റവും വലിയ എൻ്റെ മെൻറ്ററും കോച്ചും ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഗുരുസ്ഥാനത്തുള്ള ആളും ഷാജ് എന്ന് പറയുന്ന എൻ്റെ മാഷാണ്. പിന്നെ വൈദ്യമേഖലയിൽ എന്നെ കൊണ്ടുവന്ന ഇതിലിപ്പോൾ കൂടുതലും പഠിക്കാനായിട്ട് ഉള്ള അതിലോട്ട് ഇറങ്ങാൻ കഴിഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരനാടുള്ള സതീഷ് വൈദ്യർ, അതുപോലെ ഒരു കേരള പാരമ്പര്യ വൈദ്യ സംഘടന, അതിലെ പ്രസിഡൻറ്റ് സുരേഷ് വൈദ്യർ, പിന്നെ എനിക്കൊരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്ന ദുസൻ എന്ന് പറയുന്ന അരീക്കലുള്ള നമ്മുടെ ഒരു ആശാനുണ്ട്. പിന്നെ മരിച്ചുപോയൊരു ആശാനുണ്ട് മാർത്താണ്ഡത്ത്, അദ്ദേഹം തുളസി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അതുപോലെ തന്നെ സാമ്രാജ്യ വൈദ്യർ, പിന്നെ
അനൂപ് വർക്കലയുള്ള അനൂപ് ബോൺ സെറ്റിങ്ങിൻ്റെ വലിയൊരു മാസ്റ്ററാണ്. പിന്നെ പാലക്കാടുള്ള തരൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള കണ്ണാടൻ മാഷ്, അദ്ദേഹത്തിൻ്റെ അടുത്തും കുറേ അഭ്യസിച്ചിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. പിന്നെ എടുത്തു പറയത്തക്ക പേരുകൾ സന്തോഷ് വൈദ്യർ, അദ്ദേഹത്തിൻ്റെ അടുത്തും വൈദ്യമേഖലയിലുള്ള ഒരുപാട് കാര്യങ്ങൾ അവരൊന്നും ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നൊന്നും ആയിട്ടില്ല. വൈദ്യമേഖലയിലായാലും എല്ലാം കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ബോൺ സെറ്റിങ് ചെയ്യും, കൈറോപ്രാക്റ്റിക്കായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യാനറിയാം. ഇപ്പം അത്യാവശ്യം അരൂജ് മാഷ് ഒക്കെ എങ്ങനെയായിട്ടാണ് നിങ്ങൾ ബന്ധപ്പെടുന്നത്? അരൂജ് മാഷും ഞാനും കുറച്ച് കാലമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പുണ്ട്. അദ്ദേഹം മാർഷൽ ആർട്ട് ഫീൽഡിൽ പെൻകാക്സിലാറ്റിൽ വന്നപ്പോഴാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അദ്ദേഹം ഒരുപാട് പിന്നെ ഈ സർട്ടിഫിക്കറ്റുകൾ ചെയ്യാൻ വേണ്ടി ഒരുപാട് പ്രേരണയും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും പ്രോത്സാഹനവും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. അപ്പം ലൈഫിൽ ഒരു വലിയൊരു മെൻറ്റർഷിപ്പ് പുള്ളിയുടെ തന്നെ നമുക്ക് ഒരു സഹായവും കാര്യങ്ങളൊക്കെ പുള്ളിയുടെ തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ വീട്ടുകാരുടെ വൈഫിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാർ ഒരുപാട് സപ്പോർട്ടുകളും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാത്തിനും ഉപരി നന്ദി പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു മാലയ സ്വാമിയുടെ ഭക്തനാണ്. അദ്ദേഹവും ഇതിൻ്റെയും ഒരു സഹായം നമുക്കിതിന് കിട്ടിയിട്ടുണ്ട്. ഇനി എന്താണ് ഇനിയൊരു ലക്ഷ്യം എന്താണ്? ഏതെങ്കിലും ഒരു ടാർഗറ്റ് കീഴടക്കണമെന്ന ലക്ഷ്യമുണ്ട്? ഇനി ഒരു ഗിന്നസിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് ചെയ്യുന്നുള്ളതുകൊണ്ട്. പിന്നെ അറിവെന്ന് പറയുന്നവരോട് വെച്ച് തീരുന്നൊരു കാര്യമില്ലല്ലോ. അപ്പം അത് കൂടുതൽ അറിയാൻ വേണ്ടിയുള്ള ഒരു ഇതിലോട്ടുള്ള ഒരു പ്രയാണമാണ്. അങ്ങനെ ഓരോരോ ഗുരുക്കന്മാരടുത്തും ഇന്നും പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് മറ്റുള്ളവർക്ക് ഒന്നും കൊണ്ടുപോകാനില്ലല്ലോ. അപ്പോൾ മറ്റുള്ളവർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാനും കുറച്ച് കാര്യങ്ങൾ ഇപ്പം സുഹൃത്തുക്കൾക്ക് ഞാൻ അതിനുള്ള ചോദിച്ചു വരുന്നവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പഠിക്കുന്നതിനാണ് കൂടുതൽ താല്പര്യം പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും. അങ്ങനെ ഇപ്പം ആ ഒരു ഇതിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഇമ്പോർട്ടൻസ് ജോലിയിലാണ്. അപ്പം അതിനിടയിൽ കിട്ടുന്ന ചെറിയ ചെറിയ സമയങ്ങളിലാണ് നമ്മളിതിനു വേണ്ടി ചിലവഴിക്കുന്നത്.